نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه Hey guys, welcome back to your YouTube channel. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യെസ് ഗൈസ്, നമ്മൾ ഇത് പറയാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. യു ആർ റെഡി ടു വാച്ച് അവർ വീഡിയോ. യെസ് ഗൈസ്, അപ്പോൾ നമ്മളിത് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്, രണ്ടാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ നമ്മളൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, ഡോണ്ട് ഫോർഗെറ്റ് ടു like our video. Okay, yes guys, we are discussing our unit 5, who is our neighbor. Who is our neighbor? We have so many neighbors. We are taking a interesting video about who is our neighbor. അപ്പോൾ നമുക്കിത് പറയാനുള്ളത് who is a neighbor, our neighbor എന്ന് പറയുന്ന പാഠത്തിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ്. പാഠം ഞാൻ പറയുന്നില്ല, പാഠം ഞാൻ പറഞ്ഞു പോകുന്നില്ല. ഓക്കെ, യെസ്, പാഠം ഞാൻ പറഞ്ഞു പോകുന്നില്ല. പാഠമൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. നമുക്കറിയാം, നമ്മളുടെ ഈ ഒരു എക്സാംസിൽ നമ്മളോട് ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. നമ്മുടെ ചാനൽ യു ക്യാൻ വാച്ച്. ഓക്കെ, നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പോൾ നിങ്ങൾ പോയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് നോക്കുക. നമുക്കറിയാം, പ്രധാനമായിട്ടും ഡിസ്ക്രിപ്ഷൻ ചോദിക്കാം അല്ലേ. ഡിസ്ക്രിപ്ഷൻ നമ്മളോട് എന്ത് ചെയ്യും, ചോദിക്കും. ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ എന്തായാലും നമ്മളോട് വരുന്നതാണ്. ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ ഓൾറെഡി നമ്മളുടെ ഈ ഒരു പാഠഭാഗത്തുണ്ടല്ലോ, നമ്മുടെ പാഠഭാഗത്ത് ഓൾറെഡി തന്നിരിക്കുന്ന പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ, ഓൾറെഡി നമ്മുടെ പാഠഭാഗത്തുള്ള ആ ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാനായിരിക്കും നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവുക. ഓക്കെ, റെഡി. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് വരാൻ. പിന്നെ അടുത്തതായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് കോൺവെർസേഷൻ എന്ന് പറയുന്നത്. കോൺവെർസേഷൻ എന്തായാലും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതേപോലെ തന്നെ അടുത്തൊരു സംഭവമാണ് എന്ത്, റിഡിൽസ് നമ്മളോട് ചോദിക്കും. പിന്നെ അടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത് ആഡ്മോർ ലൈൻസ് ആണ്. ആഡ്മോർ ലൈൻസ് നമ്മളോട് ചോദിക്കാം. പിന്നെ സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, അടുത്ത നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റിയിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. യെസ്, അപ്പോൾ പാഠം നിങ്ങൾക്ക് അറിയാം, പാഠം നിങ്ങൾ ഓൾറെഡി പഠിച്ച പാഠമാണ്. നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ നമുക്കിവിടെ നമ്മുടെ വീടുകളിൽ നമ്മളുടെ ഓരോരോ റൂമുകളുണ്ട് അല്ലേ. നമ്മുടെ വീടുകളിൽ ഒരുപാട് റൂമുകളുണ്ട്. ഓരോ റൂമുകൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം, ഓൾറെഡി നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ റൂമുകളുണ്ട്. ബെഡ്റൂമിൻ്റെതായിട്ടുള്ള എന്തുണ്ട്, പ്രത്യേകതയുണ്ട്. ബാത്റൂമിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. ആരും ബാത്റൂമിൽ പോയിട്ട് കിടക്കാറില്ല. ബെഡ്റൂമിൽ വന്നിട്ട് ആരും എന്ത് ചെയ്യാറില്ല, നമ്മളുടെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. അതേപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ ബെഡ്റൂമിൽ വന്ന് ചെയ്യാറില്ല. അപ്പോൾ എന്ത് തന്നെ ആയാലും ഓരോ റൂമുകൾക്ക് ഡൈനിങ് ഹാളിൽ പോയിട്ട് ആരെങ്കിലും അവിടെ പോയിട്ട് കിടക്കുമോ? ഡൈനിങ് ഹാളിൽ ഒരു ബെഡൊക്കെ ഇട്ടിട്ട് ആരെങ്കിലും പോയിട്ട് കിടക്കുമോ? ഇല്ല. ഓരോ റൂമിനും ഓരോരോ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത്, ഫസ്റ്റ് നമുക്ക് ടോക്കിംഗ് അബൌട്ട് ദ റൂംസ് ഓഫ് അവർ ഹോം, അവർ ഹൗസ്. ഓക്കെ, റെഡി. അപ്പോൾ ഇവിടെ ഒരുപാട് റൂംസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഐഡന്റിഫൈ വാട്ട് ഈസ് ദിസ്, അല്ലെങ്കിൽ വിച്ച് ഈസ് ദിസ് റൂംസ്, ഏതൊക്കെയാണ് ഈ റൂം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാനാണ്, ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനാണ്. നമുക്ക് ഇങ്ങനെയുള്ള ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഏതാണ് ഈ റൂംസ് എന്നുള്ളത് നമുക്കറിയണം അല്ലേ. അറ്റ് ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് നമുക്ക് ഇവിടെ കാണുന്നത് ഈ ഫസ്റ്റ് വൺ ബാത്റൂം ആണ് അല്ലേ. ഇത് ബെഡ്റൂം ആണ്, കിച്ചൺ ആണ്, അതേപോലെ തന്നെ ഡൈനിങ് ഏരിയ കാണുന്നുണ്ട്, അതേപോലെ തന്നെ ലിവിംഗ് റൂം കാണുന്നുണ്ട് അല്ലേ. പിന്നെയോ സ്റ്റോർ റൂം കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ബെഡ്റൂം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു. ബെഡ്റൂം നമ്മൾ ടു സ്ലീപ്പ് അല്ലേ, ഉറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നു അല്ലേ. ബാത്റൂം നമ്മൾ ടേക്ക് എ ബാത്തിന് ഉപയോഗിക്കുന്നു. ഡ്രോയിങ് റൂം നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ഡൈനിങ് റൂം എന്തിനു നമ്മൾ ഉപയോഗിക്കുന്നു. സ്റ്റോർ റൂം നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു. കിച്ചൺ എന്തിനു ഉപയോഗിക്കുന്നു അല്ലേ. ഇതൊക്കെ നമുക്ക് അറിയണം. ഇതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓരോ റൂമുകളും എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, റെഡി. അല്ലെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും. ഓക്കെ, റെഡി. യെസ് ഗൈസ്, യെസ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പോവാണ്. വി ഹാവ് സീൻ ദ ഹൗസ് ഓഫ് സാം ആൻഡ് ലിസി. There are several pieces of household items in their house. Here are some of them.
read the names of the item given and fill in the blanks suitably. അപ്പോൾ കുറച്ച്, അതായത് നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഐറ്റംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യെസ് ഗായ്സ്, അപ്പോൾ നമ്മളോട് ഇവിടെ താഴെ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി പറയാം. They have a dash in bedroom. They have a cot, അല്ലേ, cot in bedroom. അതേപോലെ തന്നെ they have a dash in dining room. They have a table, അല്ലേ, table in the dining room. They keep their dresses in a almirah, അല്ലേ, almirah. They have 2 chairs, അല്ലേ, chairs in the drawing room. They have a stove in the kitchen. Already we learned these things, അല്ലേ, ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക, എൻ്റെ മക്കളൊന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്തത് വൺ ഡേ സാം ആൻഡ് ലിസി സോ എ ബ്യൂട്ടിഫുൾ പിക്ചർ ഷെയർ ഇൻ ദ വെറാൻഡ ഓഫ് ചിൽഡ്രൻസ് പാരഡൈസ്. അപ്പോൾ what would be their conversation, right it, അല്ലേ. അപ്പോൾ ഇവിടെ രണ്ടാളുടെ ഒരു കോൺവെർസേഷൻ ആണ്. നമുക്കറിയാം നമ്മുടെ എക്സാമിന് എന്തായാലും ഒരു കോൺവെർസേഷൻ നമ്മളോട് ചോദിച്ചിരിക്കും. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. ഇതെൻ്റെ മക്കളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതേപോലെ തന്നെ ഈ ഒരു സംഭവം ഓണ്, ഇവിടുത്തെ ഏതാ വരുന്നത്, അണ്ടർ, ഇതോ ഇൻ ഫ്രണ്ട്, അല്ലേ, ഇതേതാ വരുന്നത്, ഇത് നിയർ, ഇതോ ഇത് ഇന്നാണ്, ഇതും ഓണാണ്, അല്ലേ. ഒന്നാമത് ടെഡി ബിയർ ഓൺ ദ ചെയർ, അല്ലേ, ടെഡി ബിയർ ചെയറിന്റെ മുകളിലാണ്, അല്ലേ. അതേപോലെ തന്നെ എ കാർ അണ്ടർ ദ ട്രീ, കാർ എവിടെയുള്ളത്, അണ്ടർ ദ ട്രീ ആണ്, ട്രീയുടെ താഴെയാണ്. അതേപോലെ തന്നെ എ ബോൾ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡോർ, അല്ലെ, ഡോറിന്റെ മുമ്പിലാണ് ബോൾ ഉള്ളത്. എ സൈക്കിൾ നിയർ ദ ഹൗസ്, വീടിന്റെ അടുത്താണ് സൈക്കിൾ ഉള്ളത്. എ ബാറ്റ് ഇൻ ദ ബോക്സ്, ഒരു ബോക്സിന്റെ ഉള്ളിലാണ് ബാറ്റ് ഉള്ളത്, അല്ലെ. എ റോപ്പ് ഓൺ ദ ഗ്രൗണ്ട്, റോപ്പ് എവിടെയാണുള്ളത്, ഗ്രൗണ്ടിലാണുള്ളത്, അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ഈ ഒരു സംഭവങ്ങൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, എന്തായാലും പഠിക്കണം. ഇത് നമുക്ക് എന്തിനു വേണ്ടിയിട്ട്, ഇത് ഇങ്ങനെ തന്നെ അങ്ങോട്ട് ചോദിക്കുകയൊന്നുമില്ല. ഇതെങ്ങനെയാ ചോദിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളോടൊരു ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒരു പിക്ചർ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പിക്ചർ നോക്കിയിട്ട് ഇങ്ങനെ പറയാൻ പറ്റണം. there is a bat on the table. അവിടെ ഒരു ബാറ്റ്, ടേബിളിന്റെ മുകളിൽ ഒരു ബാറ്റ് കാണുന്നുണ്ട്, അല്ലേ. അല്ലെങ്കിൽ there is a ball on the table, അല്ലെ, there is a ball under the table. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റുള്ളൂ. there is a man near the tree, ഒരു man, അല്ലെങ്കിൽ there is a boy near the tree, ഒരു boy മരത്തിന്റെ അടുത്തുണ്ട്, അല്ലേ. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, പറയാൻ പറ്റണം. there is a crocodile, അല്ലെ, there is a spider in the box, in that box, അല്ലെ, ആ ഒരു ബോക്സിന്റെ ഉള്ളിൽ ഒരു സ്പൈഡർ ഉണ്ട് എന്നൊക്കെ നമുക്ക് ഇൻ, ഓൺ, അണ്ടർ, ഇൻ ഫ്രണ്ട്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, ബിഹൈൻഡ്, പിന്നിൽ, അല്ലെ. ഇതൊക്കെ നമുക്കറിയാം. Already we learned these things in our second standard. You know, we are already learned ആണ്. നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടി തട്ടി നോക്കാന്നുള്ളൂ. Yeah guys, we are moving on. Sam and Lizzie went to their neighbor's house. They saw a wonderful scene there. Can you describe the scene? A boy and girl are playing chess, അല്ലേ. ചെസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് കളിക്കുന്നുണ്ട്. പിന്നെ അടുത്തതോ, അല്ലേ, the parents welcoming guests, അല്ലേ. പാരന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഗസ്റ്റിനെ വെൽക്കമിങ് ചെയ്യുന്നുണ്ട്, അല്ലേ. എ ബോയ് ഓൺ ദ സീസോ, അല്ലേ, ബോയ് എന്ത് ചെയ്യുന്നുണ്ട്, സീസോ അല്ല, ഒരു ഊഞ്ഞാലിന്റെ മുകളിൽ എന്തുണ്ട്, ബോയ് ഉണ്ട്, അല്ലേ. ഗേൾസ് ആർ പ്ലേയിങ് വിത്ത് ഫുട്ബോൾ, അല്ലെങ്കിൽ ഗേൾസ് ആർ പ്ലേയിങ് വിത്ത് ബോൾസ്, അല്ലേ, ബോൾ ഉപയോഗിച്ച് ഗേൾസ് കളിക്കുന്നുണ്ട്, അല്ലേ. എ ബോയ് ആൻഡ് ഗേൾ ഡ്രൈവിംഗ് എ കാർ, അല്ലെ, ബോയ് ഗേൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കാർ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. എ ബോയ് ആൻഡ് ഗേൾ റൈഡിങ് എ സൈക്കിൾ, ഒരു ബോയും ഗേളും എന്ത് ചെയ്യുന്നുണ്ട്, സൈക്കിൾ റൈഡ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ചിൽഡ്രൻസ് പാരഡൈസ്, അല്ലെ. ഓൾറെഡി പാരഡൈസ് എന്ന് പറഞ്ഞാൽ തന്നെ ഓൾറെഡി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവമാണ്, നമുക്കറിയാം. പിന്നെ അതിനൊരു വേറെ ബ്യൂട്ടിഫുൾ വേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓരോരോ വാക്കുകൾ മക്കളെ എടുത്ത് എഴുതാനുണ്ടാവും, ഒരു വേർഡ് ഫുള്ളായിട്ട് എഴുതാനുണ്ടാവില്ല. ദിസ് ഈസ് എ ഡാഷ്, അപ്പൊ ദിസ് ഡാഷ് പ്ലേസ്, അപ്പോൾ നിങ്ങൾക്ക് അവിടെ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഓൾറെഡി അവിടെ ഉണ്ടാവും. മോള് നോക്കി അവിടെ അടുത്ത് എഴുതാനേ ഉണ്ടാവും, ആ സംഭവം ഉണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല, അത്രയേ ഉള്ളൂ.
ഓക്കെ ഗായ്സ്, വി ആർ ഗോയിങ് റീഡിങ് കോർണർ ആണ്. ഇവിടെയും ഒരുപാട് സാധനങ്ങൾ ഇതുപോലത്തെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. യെസ് ഗായ്സ്, ഇതേപോലെയുള്ള സംഭവങ്ങൾ ഇവിടെ നോക്കൂ, ഇതേപോലെയുള്ള സംഭവങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസസ് കൂടുതലാണ്. ഓക്കെ, റെഡി? അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ അടുത്ത ദ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന പാഠത്തിലേക്ക് നമ്മൾ പോവാണ്. ഇതും നമ്മൾ പാഠമൊന്നും നമ്മൾ പറഞ്ഞു പോകുന്നില്ല, നമുക്കറിയാം. ഇവിടെ പാഠത്തിലൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ആക്ടിവിറ്റീസിലേക്കാണ്. ഇവിടെ ഒരു പോം കൊടുത്തിട്ടുണ്ട്. എന്തായാലും പോം വരും, ആഡ് മോർ ലൈൻസ് നമുക്ക് എന്തായാലും വരും. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യും വേണം. ഇവിടെ ആക്ടിവിറ്റി 1 കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. ഇവിടെ ഐ ഹാവ് എ ലോങ് ടെയിൽ, ഐ ആം അഫ്രെയ്ഡ് ഓഫ് കാറ്റ്സ്, മൈ ഫസ്റ്റ് ലെറ്റർ ഈസ് എം, അല്ലേ? അപ്പോൾ ഇത് ജസ്റ്റ് വേണേൽ നമുക്ക് ഇവിടെ പൂരിപ്പിച്ചു കൊടുക്കാം. മൈ ഫസ്റ്റ് ഈ ചങ്ങായിനെയാണ്, ഈ ചങ്ങായിന്റെ പേര് നമുക്കറിയാം, മൗസ്, അല്ലേ? ഇനി അടുത്തത് ഐ ഹാവ് നോ ലെഗ്സ് ആൻഡ് ഹാൻഡ്സ്, ഐ ക്രോൾ, മൈ ഫസ്റ്റ് ലെറ്റർ ഈസ് W, അല്ലെ? W എങ്ങനെയാ പറയുന്നത്? W എന്താ പറയുന്നത്? W എന്നല്ല, W അല്ലേ? W എന്നാ പറയുന്നത്, അല്ലേ? മൈ ഫസ്റ്റ് ലെറ്റർ ഈസ് W. അപ്പോ അത് എവിടെയാ? സെക്കൻഡ് വൺ ആണ്, വോം ആണ്, അല്ലേ? ഇതൊക്കെ നമുക്ക് അറിയാം. ഇനി മൈ ഗോഡ്, വാട്ട് ഈസ് ദാറ്റ്? ഇനി അടുത്തത് ഐ ഹാവ് 6 legs, എനിക്ക് 8 കാലുകളുണ്ട്. ഐ ആം സ്മോൾ ക്രിയേച്ചർ, മൈ ലാസ്റ്റ് ലെറ്റർ ഈസ് T. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് ആരാന്നുള്ളത്. 6 legs ഉള്ള ചങ്ങായിയാണ്, ആന്റ് ആണ്, അല്ലേ? ഓക്കെ, ഐ ക്യാൻ സീ അറ്റ് നൈറ്റ്, ഐ ആം എ ബേർഡ്, അത് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ടാവും, അല്ലേ? ഓക്കെ, റെഡി? അപ്പോൾ ഇതേപോലെയുള്ള പസിൽസ് നമ്മളോട് എന്ത് ചെയ്യും? ചോദിക്കും. എക്സാംസിന് ഇതേപോലെയുള്ള പസിൽസ് എന്തായാലും വരും. അപ്പോൾ അത് നമുക്ക് അറിഞ്ഞിരിക്കണം. യെസ് ഗൈസ്, വി ആർ മൂവിങ് ഓൺ. അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഇവിടെ ഐ ക്യാൻ ഫ്ലൈ, ഐ കാൺട്ട് ഫ്ലൈ, അല്ലേ? ഐ ക്യാൻ ഫ്ലൈ, ഐ ക്യാൻ എനിക്ക് പറ്റും, ഐ ക്യാൻ സ്വിം എനിക്ക് നീന്താൻ വേണ്ടി പറ്റും, ഐ ക്യാൻ റൈറ്റ് വെരി വെൽ എനിക്ക് നന്നായിട്ട് എഴുതാൻ വേണ്ടി പറ്റും, ഐ ക്യാൻ ഇനി വെരി വെൽ ഒന്നും വേണ്ട, ഐ ക്യാൻ റൈറ്റ്, ഐ ക്യാൻ റീഡ്, ഐ ക്യാൻ സ്പീക്ക്, I can run, I can jump, I can play, I can sing, I can dance, I can beat, I can kick. ഇതൊക്കെ നമുക്ക് ഐ ക്യാൻ എനിക്ക് പറ്റും. ഇനി ഐ കാൺട്ട് എനിക്ക് പറ്റില്ല, ഐ കാൺട്ട് ജംപ് എനിക്ക് ചാടാൻ വേണ്ടി കഴിയില്ല, ഐ കാൺട്ട് സ്വിം എനിക്ക് നീന്താൻ വേണ്ടി കഴിയില്ല. എനിക്ക് കുറച്ചുകൂടി നീട്ടിയിട്ടാണ് ഐ കാൺട്ട് സ്വിം ഇൻ ദ സീ എനിക്ക് കടലിൽ നീന്താൻ പറ്റൂല. ഹേയ് സാർ ഐ കാൺ സ്വിം ഇൻ ദ സീ എനിക്ക് കടലിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നീന്താൻ വേണ്ടി കഴിയില്ല. ഐ കാൺട്ട് ഡു സംതിങ് ഡിഫറെന്റ് എനിക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഐ കാൺട്ട് സിങ് എനിക്ക് പാടാൻ വേണ്ടി കഴിയില്ല. ഐ കാൺട്ട് സ്പീക്ക് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. ഐ കാൺട്ട് റീഡ് എനിക്ക് എഴുതാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ക്യാനും കാണ്ടും വെച്ചിട്ടാണ്. ക്യാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയും, കാൺട്ട് എനിക്ക് കഴിയില്ല, അല്ലേ? ഓക്കെ, ക്യാൻ കാൺട്ട്. ഐ ക്യാൻ ഫ്ലൈ, ഐ കാൺട്ട് ഫ്ലൈ. ഐ ക്യാൻ മേക്ക് ഹോൾസ്, ഐ കാൺട്ട് മേക്ക് ഹോൾസ്. I can turn my head round and round, I can't turn my head round and round, അല്ലേ? I can swim, I can't swim. I can walk in the daylight, I can't walk in the daylight, അല്ലേ? ഈ സംഭവമാണ്. ഇത് എൻ്റെ മക്കളൊന്ന് നോക്കി വെക്കുക. യെസ് ഗൈസ്, അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്ന ഓരോരോ സംഗതികളാണ്. ഇതൊക്കെ ജസ്റ്റ് നമ്മൾ നോക്കുക. ഇവിടെ റീഡിംഗ് കോർണർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റീറൈറ്റ് ചെയ്യാൻ മക്കളെ, റീറൈറ്റ് ചെയ്യാൻ ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ച് സെന്റൻസ് ഉപയോഗിച്ചിട്ട് നമ്മളോട് റീറൈറ്റ് ചെയ്യാൻ വരും. ഈ സാധനം എൻ്റെ മക്കളൊന്ന് നോക്കി വെക്കുക. ഇതും പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ്. ഓക്കെ, റെഡി? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. എൻ്റെ മക്കൾ എന്തായാലും എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോവുക. ഞാൻ പറയുന്നൊന്നുമില്ല ഇത് മാത്രമേ പരീക്ഷയ്ക്ക് വരൂ എന്നൊന്നും സാറ് പറയുന്നില്ല. ദാറ്റ്സ് മൈ ജസ്റ്റ് ഇമാജിനേഷൻ, യു നോ. എൻ്റെ ഇമാജിനേഷൻസ് മാത്രമാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുത്ത് തന്നിരിക്കുന്നത്. എൻ്റെ കോൺസെപ്റ്റ്സ് അല്ലേ? ഓക്കെ, റെഡി? അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താ പറയുക, ഗസ്, ദാറ്റ്സ് മൈ ഗസ്സിങ് ഓൺലി. എൻ്റെ ഗസ്സിങ്ങും ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ എക്സാംസിനൊക്കെ ഒരു എന്താ പറയാ, അവർ ഇതുവരെ അവർ കൊണ്ടുവരുന്ന ഒരു എന്താ പറയാ, അതിനെന്താ പറയാ, ഒരു ഐ ഫോർഗെറ്റ് ദാറ്റ് നെയിം. ഒരു എന്താ പറയടാ, ഒരു സംഭവമുണ്ട്. ഒരു എക്സാമിന് അവര് സ്വീകരിച്ചു വരുന്ന സാധനത്തിന് ഒരു പേര് പറയണേ, ഫോർഗെറ്റ് ദാറ്റ്. ഒരു സാധനം ഉണ്ട്. അതേ ചോദ്യം ചോദിക്കും. അതായത് കോൺവെർസേഷൻ,
ആഡ് മോർ ലൈൻസ്, പിക്ചർ ഡിസ്ക്രിപ്ഷന്, പസിൽസ്, റിഡിൽസ്, ഈ സാധനങ്ങൾ മാത്രമേ ചോദിക്കൂ. അതിനെന്താ പറയാ എക്സാംസിന്? ആ ഒരു മോഡൽ അല്ലാണ്ട് വേറൊരു സാധനം പറയലുണ്ട്. നമ്മൾ ഒരു എക്സാമിന് സാധാരണ രീതിയിൽ എക്സാമിന് വരുന്ന ഒരു സാധനം. ഓക്കെ, യെസ് ഗൈസ്, ഓക്കെ റെഡി. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എൻ്റെ മക്കൾ നന്നായിട്ട് പഠിക്കുക, ഉഷാറാക്കുക, അടിപൊളിയൊക്കെ സെറ്റ് ആക്കപ്പെടുന്ന വീഡിയോ വീണ്ടും കാണാതിരേക്കും. ബൈ.